ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാൽ നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ പുരോഗമിക്കുന്നു. കേന്ദ്ര നിരീക്ഷകർക്കൊപ്പം കെ.സി. വേണുഗോപാലും വൈകിട്ടോടെ ചാർട്ടേഡ് വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 1 മണിക്ക് നിശ്ചയിച്ച കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം വൈകിയേക്കും. ഇതിനിടെ വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. തിരുവനന്തപുരത്തെ വസതിയിൽ തുടരുന്ന രമേശ് ചെന്നിത്തലയെ കാണാൻ നേതാക്കൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് പൊതുഭരണ വകുപ്പ് തയ്യാറെടുക്കുന്നു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സത്യപ്രതിജ്ഞ നാളെ നടത്താൻ തയ്യാറെന്നും പൊതുഭരണ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വിനീത് വി.ജി, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ ചേരും. ഒപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. ഹാഷ്മി ഉള്ളത് തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് നിന്നാണ്. ഹാഷ്മി, എന്തെങ്കിലും വിവരം എത്തിയിട്ടുണ്ടോ? ഉന്മേഷ്, ഒരു വിവരവും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും സസ്പെൻസ് അതിന്റെ പരമാവധിയിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ഇന്നലെ കരുതിയത്, ഇന്നലെ ജയറാം രമേശ് പറഞ്ഞത് ചർച്ചകൾ പൂർത്തിയായി, ഇനി ഫൈനൽ തീരുമാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് ഒഫീഷ്യലി പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ചർച്ചകൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ചിലപ്പോൾ ഇനി അനുനയ ചർച്ചകളായിരിക്കണം. എന്തായാലും കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥയിലുണ്ട്. അവിടെ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഏതെങ്കിലും ഒരു കോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 10 മണിയോടുകൂടി അവർ കോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ആ രീതിയിൽ പ്രതീക്ഷിക്കുന്ന എന്ന കാര്യം നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ 10 മണിയോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ഫോൺ കോൾ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും. അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഈ പറഞ്ഞ സീൽഡ് കവറിൽ വന്ന് പൊട്ടിച്ച് CLP യോഗത്തിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രം തങ്ങൾ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ തങ്ങൾ മുഖ്യമന്ത്രിയല്ല എന്നറിയേണ്ടവരല്ല ആ മുതിർന്ന നേതാക്കൾ. എന്തായാലും കെ.സി. വേണുഗോപാൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് എന്ന കാര്യം നമുക്കറിയില്ല. അതൊരു പക്ഷേ അതിവിടെ വരുമ്പോഴേക്കും തീരുമാനം അദ്ദേഹത്തിന് അനുകൂലമാണെങ്കിൽ അദ്ദേഹം കൂടിയുള്ള തീരുമാനമാണോ, അതോ അദ്ദേഹത്തിന് അനുകൂലമല്ലെങ്കിൽ ഒരു ഐക്യ സന്ദേശം നൽകി എല്ലാവരോടും ഒരുമിച്ച് ഒരു തീരുമാന പ്രഖ്യാപനം എന്ന നിലയ്ക്കാണോ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ്. എന്തായാലും കെ.സി. വേണുഗോപാൽ ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറിയാലും ഇല്ലെങ്കിലും അതിന് വിവിധ മാനങ്ങൾ ഉറപ്പായും ഉന്മേഷമുണ്ട്. ഇവിടെ KPCC ആസ്ഥാനത്ത് കൂടുതൽ മാധ്യമപ്രവർത്തകർ, കൂടുതൽ പ്രവർത്തകർ ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയാണ്. ആകാംക്ഷപൂർവ്വം അക്ഷമയോടെ അവർ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നാദാപുരത്തു നിന്ന് വന്ന ഒരു കോൺഗ്രസ് സംഘത്തെ കണ്ടു. അവർ ഒരു 3-4 ദിവസമായി ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതിൽ തീരുമാനമായിട്ട് പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കുറേയധികം പ്രവർത്തകർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. CLP യോഗം വൈകുമെന്ന് തന്നെ വേണം അറിയാൻ. കാര്യം ആ ചാർട്ടേഡ് വിമാനം 4 മണിയോടുകൂടി മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. അതിനുശേഷം മാത്രമേ ഇപ്പോൾ ഈ സീൽഡ് കവർ അങ്ങനെയാണെങ്കിൽ ആ വിമാനത്തിൽ തന്നെയാണ് വരേണ്ടത്. വിമാനവും സീൽഡ് കവറും ഏതാണ്ട് ഒരേ സമയം തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടത്. CLP യോഗം അപ്പോൾ വൈകും എന്ന് തന്നെ അറിയുന്നു. 4 മണിക്ക് ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു തീരുമാനം, ഇനി തീരുമാനം നാളെ പ്രഖ്യാപിക്കും എന്നൊരു പ്രഖ്യാപനത്തിന് പ്രസക്തിയില്ല. തീരുമാനം എന്തായാലും ഇന്ന് തന്നെ അറിയും. ഇന്ന് തന്നെ അറിയത്തില്ല ചേട്ടാ, ഇന്ന് തന്നെ അറിയൂ. ഉറപ്പല്ലേ? നിങ്ങൾ നാദാപുരത്താണോ? കുറ്റിയാടി നമുക്ക് ഇവിടെ നിൽക്കാം. എത്ര ദിവസമായി? 3 ദിവസമായി. 2 ദിവസമായി. ഞാൻ ഇവിടെ ആരാവുന്ന വിചാരിക്കും? 7 ദിവസമായി നാദാപുരത്താണ് വരുന്നത്. 7 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്യാം. തീരുമാനം അതിന്റെ പോകുന്നുള്ളൂ. തീരുമാനം വന്നാൽ സത്യപ്രതിജ്ഞ ചെയ്താലേ പോകും. നാദാപുരത്ത് കുറെ വർഷം MLA കിട്ടിയായിരുന്നു നിങ്ങൾ? 60 കൊല്ലത്തിന് ശേഷം. 60 കൊല്ലത്തിന് ശേഷം ഒരു ആവേശം പോവാത്ത തീരുമാനം ഉണ്ടാവും. പോവാത്ത തീരുമാനം ഉണ്ടാവും. ഉറപ്പ്. ആര്? ഹൈക്കമാൻഡ് വി.ഡി. സതീശനായിരിക്കും. പ്രതീക്ഷയോട് കൂടി ആരായാലും അംഗീകരിക്കും. 3 പേരും ആരായാലും അംഗീകരിക്കും. 3 പേരും നല്ല ഗംഭീര നേതാക്കളാണ്. എന്നാലും ആര് വരണമെന്ന് ആഗ്രഹം? വി.ഡി. സതീശൻ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഉന്മേഷ്, അത് തന്നെയാണ് നമ്മൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന അതേ ഉത്തരം തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. 3 പേരും ഗംഭീര നേതാക്കളാണ്. ആരായാലും അംഗീകരിക്കും. ആര് വരണമെന്ന് ആഗ്രഹം, അത് വി.ഡി. സതീശൻ വരണമെന്ന് ആഗ്രഹം എന്ന് ശരാശരി പ്രവർത്തകരൊക്കെ ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയില്ല ഉന്മേഷ്, ഇപ്പോഴും ആ സസ്പെൻസ് അങ്ങനെ തന്നെ. 1 മണിക്ക് നിശ്ചയിച്ചിരിക്കുന്ന യോഗമുണ്ടല്ലോ, നിയമസഭാ കക്ഷി യോഗം, അതിൽ സമയമാറ്റം ഉണ്ടാകുമോ ഹാഷ്മി? അവിടെയാണല്ലോ യോഗം നടക്കേണ്ടത്. മിക്കവാറും സമയമാറ്റം ഉറപ്പായും മിക്കവാറും സമയമാറ്റം ഉണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. കാര്യം ഇവിടെ വെറുതെ CLP യോഗം ചേർന്നിട്ട് കാര്യമില്ല. CLP യോഗം ചേരുന്നതിന്റെ അർത്ഥം അതിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ നേതാവ് അതിനുശേഷം ഗവർണറെ പോയി കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാവാത്ത തീരുമാനം ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇങ്ങോട്ടേക്ക് എത്താതെ ഇവിടെ പ്രത്യേകിച്ച് CLP യോഗം കൂടിയിട്ട് കാര്യമില്ല. സ്വാഭാവികമായും ആ CLP യോഗം വൈകാൻ തന്നെയാണ് സാധ്യത. 1 മണിക്കാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതിനുശേഷം 2 മണിക്ക് ഘടകകക്ഷികളുടെ യോഗം പറഞ്ഞിട്ടുണ്ട്. ചില നേതാക്കൾ ഇങ്ങോട്ടേക്ക് ദൂരം കാരണം ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള 2 മണിക്ക് എത്തുന്നുള്ള അസൗകര്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ CLP യോഗം കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ ഘടകകക്ഷി നേതാക്കൾ കൂടി പങ്കെടുക്കാൻ കഴിയുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാവേണ്ടത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതാണല്ലോ ഉന്മേഷ്. ആ മുഖ്യമന്ത്രി ആരെന്നുള്ള തീരുമാനം ഇപ്പോഴും
രാഹുൽ ഗാന്ധിയുടെ മനസ്സിലും ഹൈക്കമാൻഡ് വൃത്തങ്ങളും മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അറ്റ്മോസ്റ്റ് സീക്രസി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ വളരെ അടുത്ത് നിൽക്കുന്ന നേതാക്കൾക്ക് പോലും അതിനെപ്പറ്റി യാതൊരു സൂചനയുമില്ല. അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും യാതൊരു സൂചന. നമ്മൾ രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെയും ഇന്ന് രാവിലെയൊക്കെ ഈ പറയുന്ന വിവിധ ക്യാമ്പുകളിൽപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ വിളിക്കുന്നുണ്ട്. ആ 3 ക്യാമ്പുകളിലും വളരെ കോൺഫിഡൻസ് ആണ്. 3 ക്യാമ്പുകളിലും അവരുടെ നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് ഉറച്ച ആത്മവിശ്വാസമുണ്ട്. അത് ഏതെങ്കിലും ക്യാമ്പിന് ആത്മവിശ്വാസം കുറവ് വരുന്നില്ല. അങ്ങനെ എന്തായാലും സംഭവിക്കില്ല. എന്തായാലും ഒരാൾക്കല്ലേ മുഖ്യമന്ത്രിയാവാൻ കഴിയുള്ളൂ. അപ്പോൾ അത് കാരണം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആർക്കും യാതൊരു ധാരണയുമില്ല. സാധാരണഗതിയിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു അറ്റ്മോസ്റ്റ് സീക്രസി കാത്തു സൂക്ഷിക്കുന്ന പതിവുള്ളതല്ല. സാധാരണഗതിയിൽ നേരത്തെ ഈ CLP യോഗത്തിന് മുമ്പൊക്കെ തന്നെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യമൊക്കെ നമുക്ക് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ അറിയുന്നതാണ്. ഇക്കുറി അങ്ങനെ സംഭവിക്കുന്നില്ല. ഇക്കുറി ആ തീരുമാനം ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കൂടുതൽ നേതാക്കൾ അജയമാക്കൻ, മുകുൾ വാസ്നിക് അടക്കമുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ദേശീയ നേതാക്കൾ കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തിനാണ് എന്ന കാര്യം കൂടി അവിടെ ചോദ്യമായി നിൽക്കുന്നു. ഇനി ഒരു പക്ഷേ നമ്മൾ നേരത്തെ അടിത്തട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ, വലിയ പ്രകടനങ്ങൾ കണ്ടിരുന്നു. അപ്പുറം ആ വികാരത്തിനെതിരായ ഒരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ വീണ്ടും അങ്ങനെ തെരുവുകൾ സമരഭരിതമാകുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ടോ? അത് ഡീൽ ചെയ്യാൻ, അത് മാനേജ് ചെയ്യാനാണോ കൂടുതൽ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന കാര്യം ഒന്നും നമുക്കറിയില്ല. ഉന്മേഷം എന്തായാലും ഇന്ന് തന്നെ ആ തീരുമാനം ഉണ്ടാകും. ഒരു തീരുമാനം ഇന്നുണ്ടാകും എന്നത് മാത്രമേ അറിയൂ. അത് ഈ 3 പേരിൽ ആരും, അത് KC ആണോ, അത് VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയില്ല. 3 പേരുടെയും അവരവരുടെ ക്ലെയിമുകളിൽ ശക്തമായി തന്നെ ഏറ്റവും അവസാന നിമിഷം ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ജയറാം രമേശ് പറഞ്ഞതുപോലെ ചർച്ചകൾ പൂർത്തിയായി ഫൈനൽ തീരുമാനം എന്നതല്ല, ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് പല കോണുകളിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സസ്പെൻസ് തുടരുകയാണ് ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.